നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, കേരള കോളിംഗിലേക്ക് സ്വാഗതം. മുൻഷി രഞ്ജിത്താണ്. വെള്ളനാട് വഴി കടന്നുപോയപ്പോൾ നിരപ്പല കിട്ട കുറേ കടകൾ. അതിലൊരു കടയിൽ ഒരു ചേട്ടൻ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നു. എന്നാൽ പിന്നെ കയറി രണ്ട് വാക്ക് സംസാരിക്കാമല്ലോ എന്ന് കരുതി കടയിലേക്ക് കയറി ചേട്ടനെ വിളിച്ചുണർത്തി ശ്രമിക്കുന്നു. ശശി എന്നാണ് പേര്. നമ്മൾ ഇത് വെള്ളനാട് ജംഗ്ഷൻ തന്നെ, ജംഗ്ഷന് തൊട്ട് മുമ്പ്. ഇത് എന്താ പറയുക, ഞാൻ കയറാൻ കാര്യം ഇത് പഴയ നിരപ്പലക അല്ലേ, പഴയ കടയാണ്. ഇത് എത്ര വർഷം പഴക്കമുണ്ട്? 75 വർഷം വരെ. ചേട്ടന്റെ കാലത്താണ് അത് ഉണ്ടായി. ചേട്ടൻ തന്നെ തുടങ്ങിയത്? അച്ഛൻ തുടങ്ങിയത്. അന്നത്തെ പലചരക്കടയാണ്. ഇവിടെ ഇത് പഴയ തട്ടാണ്. ഇതിനകത്താണ് ഓരോ സാധനങ്ങൾ കിട്ടുന്നത്. ഇതൊരു പഴയ തട്ടാണ്. ഇതിനകത്ത് ഒരു തട്ട്, ഇതിനകത്താണ് ഓരോ സാധനങ്ങൾ ഇട്ട് വെക്കുന്നത്. അതിപ്പോഴും അതുപോലെ തന്നെ പരിപാലിക്കുന്നു. അത് എണ്ണ തട്ടാണ്. പല എണ്ണകൾ, വെളിച്ചെണ്ണ, വിളക്കെണ്ണ, എള്ളെണ്ണ എല്ലാം ഉണ്ട് അല്ലേ. അപ്പൊ അതിനൊക്കെ പണ്ടേ ഉള്ള സംഭവങ്ങളാണ്. ഈ മേശ പഴയതാണ്. ഈ മേശയൊക്കെ പഴയതാണ്. എല്ലാം ഇത്രയും വർഷം പഴക്കമുള്ളതാണ്. ഈ നിരപ്പലക, ഈ കട പിന്നെ മാറ്റിയിട്ടില്ല, ഇപ്പോഴും ഇത് തന്നെ അല്ലേ? ഓടായിരുന്നു ആദ്യം, ഇപ്പൊ ഷീറ്റായി. ഇനിയും എന്തെങ്കിലും മാറുമോ? ഇനി എന്തെങ്കിലും മാറുമോ? സ്വന്തം കട തന്നെ ഇപ്പൊ പലചരക്ക് തന്നെ ഇപ്പോഴും. 75 വർഷം മുമ്പ് തുടങ്ങിയപ്പോ ഇവിടെ ആളും അനക്കവും ബഹളവും ഒക്കെ തന്നെയായിരുന്നു. ഇത് ചന്തയായിരുന്നു ഈ പ്രദേശം. മാർക്കറ്റാണോ ഇവിടെ? അന്ന് ഈ ചന്ത സ്ഥലമായിരുന്നു ഇവിടെ. ഈ വെള്ളനാട് എന്നുള്ള പേര് എങ്ങനെ ഒന്നുള്ള പിടിയുണ്ട്? അറിഞ്ഞൂടാ. വെള്ളനാടിനെ കുറിച്ച് പറയുന്നത് ഇപ്പൊ പ്രധാനപ്പെട്ട ആളുകൾ ആരൊക്കെയാണ് ഇവിടുത്തെ? വെള്ളനാട് നാരായണൻ എന്നൊക്കെ പറഞ്ഞുള്ള പേര് എഴുത്തുകാർ. പിന്നെ വേറെ ആരുണ്ട് ഈ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഈ നാട്ടില്? വേറെ ആരെങ്കിലും? ഇപ്പൊ ഇലക്ഷൻ നിൽക്കുന്ന ആള് ഇതൊക്കെ ഇവിടുത്തെ വേണ്ടപ്പെട്ട ആളുകളാണ്, പ്രധാനപ്പെട്ട ആളുകളാണ്. ചേട്ടൻ ഈ കട നടത്തി തന്നെയാണ്, കട നടത്തി തന്നെയായിരുന്നു പണ്ട് മുതലുള്ള ജീവിതമാർഗം, വരുമാനം. ഇപ്പോഴും ഇങ്ങനെ എല്ലാ ദിവസവും രാവിലെ തുറക്കും, 8 മണിയാകുമ്പോൾ അടച്ചു പോകും. കുറവശത്ത് തന്നെ വീട്. അപ്പൊ പിന്നെ കൂടുതൽ ദൂരോട്ടൊന്നും പോകണ്ട, ഇവിടെ തന്നെ ഉണ്ട്. ചെറിയ രീതിയിലുള്ള കച്ചവടമാണ് ഇപ്പോൾ ഉള്ളത്. ചെറിയ രീതിയിലുള്ള കച്ചവടം ഇപ്പോഴുള്ളൂ. അപ്പൊ ഈ ചേട്ടന് 75 വർഷം മുമ്പ് ഈ കട ഉള്ള സമയത്ത് അന്ന് ഇവിടെ നല്ല തിരക്കും വെള്ളം ആളുകളും, അന്ന് ഒരുപാട് കളകളൊന്നും കാണത്തില്ല. നാട്ടിൻപുറത്തെ ആളുകളുടെ എല്ലാം പ്രധാന വരുമാനം കൃഷി തന്നെയായിരുന്നു. ഇവിടെ. ഇവിടെ ഇപ്പൊ ആളുകളൊക്കെ പല മേഖലയിലൊക്കെ എത്തിപ്പെട്ടാണ് അല്ലേ? റേഷൻ കട ഉണ്ടായിരുന്നു, അതിപ്പോ ഇല്ല. ചേട്ടൻ എത്ര മക്കൾ? അവര് വേറെ ജോലി നോക്കാം. ചേട്ടനിപ്പോ പഴയ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് വേറെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സാധനം വാങ്ങിക്കും. പിന്നെ ഞങ്ങൾ നമ്മളെ പോലെ ആരെങ്കിലും വരും, കൊച്ചു വർത്താനം പറയും അല്ലേ? ഇപ്പോഴെ നാട്ടിലൊക്കെ എങ്ങനെയുണ്ട് ആളുകളുടെ ഒരു അവസ്ഥ? ഇവിടെ നല്ല ആളുകളാണോ? ഇവിടുത്തെ രാഷ്ട്രീയം അങ്ങനെയാണ്. കോൺഗ്രസ് ആണ്. പിന്നെ പഞ്ചായത്ത് മിക്കവാറും കൂടുതലും കോൺഗ്രസ് ആണ് പല പ്രാവശ്യം ഭരിച്ചുകൊണ്ടിരുന്നത്. വെള്ളനാട് പ്രധാനം മറ്റേ അവിടുത്തെ ക്ഷേത്രം പ്രധാനമല്ലേ? വെള്ളനാട് അവിടുത്തെ ഒരു മെയിൻ ക്ഷേത്രം, അത് ഒരു പ്രധാനപ്പെട്ട സംഭവമല്ലേ ഇവിടെ? കുറെ പഴയ ക്ഷേത്രം. ചേട്ടന് ആദ്യകാലത്തൊക്കെ വെള്ളനാടിനെ കുറിച്ച് പറയുമ്പോൾ എന്തായിരുന്നു ഒരു ഓർമ്മ? കൊച്ചിലെ വെള്ളനാടിനെ കുറിച്ച് പറയുമ്പോൾ എന്താ ഒരു ഓർമ്മ? അങ്ങനെ വലിയ ഓർമ്മയൊന്നുമില്ല. അപ്പൊ ഇങ്ങനെ പലചരക്കുകളും പഴയ കടയും നിരപ്പലകയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല സ്ട്രോങ് തടിയാണല്ലേ? ഇന്നും 7 മണിക്ക് അടയ്ക്കും, 8 മണി വരെ. അപ്പൊ നമ്മളിങ്ങനെ വെള്ളനാട് വഴി വന്നപ്പോൾ ശശിചേട്ടനെ കണ്ടു. 75 വർഷം പഴക്കമുള്ളൊരു കട. ഇത്രയും വർഷം പഴക്കമെന്ന് പറയുമ്പോൾ ഏതാണ്ട് സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണ് ഇത് പണിയുന്നത്. അല്ല, സ്വാതന്ത്ര്യം കിട്ടുന്ന കാലഘട്ടത്തിലാണ് ഇത് പണിയുന്നത് അല്ലേ? സ്വാതന്ത്ര്യം കിട്ടിയ കാലം മുതൽ ഇന്ന് ഇങ്ങോട്ട് ഇത്രയും കേരളത്തിന്റെ ഒരു അല്ല ഇന്ത്യയുടെ ഒരു പ്രായമുണ്ട് ഏകദേശം ഈ കടയ്ക്ക്.
അപ്പൊ ഞങ്ങൾ ഇറങ്ങുന്നു. ഞങ്ങൾ തിരുവനന്തപുരം തന്നെയാണ്. അപ്പൊ ഇതുപോലെ ഓരോ സ്ഥലങ്ങൾ കണ്ടും കേട്ടുമൊക്കെ ഇങ്ങനെ പോവുക എന്നുള്ളതാണ്. ഇങ്ങനെ കൊച്ചു വർത്തമാനം പറഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകും. ശരി എന്നാ പോട്ടെ. അപ്പൊ നമ്മളങ്ങനെ ഈ നിരപ്പല കൊണ്ടടയ്ക്കുന്ന കടയും നിരപ്പലക അടുക്കി വെച്ചിരിക്കുന്ന ഈ കടയിൽ നിന്ന് നമ്മൾ മറ്റൊരു നിരപ്പലക അന്വേഷിച്ച് പോവുകയാണ്. വേറൊരു നിരപ്പുള്ള സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ യാത്ര ഇങ്ങനെ തുറന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് പൊതുവെ ഒരു ക്ഷീണമാണ്. രാവിലെ മുതൽ ഇറങ്ങുന്നല്ലേ, വൈകുന്നേരം ആയപ്പോൾ ക്ഷീണവും തളർച്ചയൊക്കെയായി, ഒരു എനർജി കുറവുണ്ട്. പക്ഷെ നമുക്ക് യാത്ര തുടരാതിരിക്കാൻ പറ്റത്തില്ലല്ലോ, നാളെ കാണണ്ടേ നമ്മൾ. അതുകൊണ്ട് ഞങ്ങൾ സ്ഥലത്തേക്ക് പോവാണ്. ഇവിടെ ഒരു ബൈ ഇലക്ഷൻ നടക്കുന്നു, അതിന്റെ ഒരു ബഹളമാണ് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത്.